നമ്മുടെ നാട് ഒത്തിരിയേറെ വളർന്നു എന്ന് നാം പറയുമ്പോഴും അതിൽ അഹങ്കാരം കൊള്ളുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്? സ്ത്രീധന പീഡനങ്ങളുടെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? അത് വരൻ്റെ വീട്ടുകാരാണോ, വധുവിൻ്റെ വീട്ടുകാരാണോ? ഈ ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഇവർ രണ്ടുപേരും അല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ? ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതാണ്. പരിചിതമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അത് അനുവിൻ്റെയും രാഹുലിൻ്റെയും കഥയാണ്. ഇവർ രണ്ടുപേരും കോളേജ് കാലഘട്ടത്തിൽ പ്രണയിച്ച് ഒടുവിൽ അവർ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒരിക്കലും ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് ഒട്ടും ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള സ്ത്രീധന ഇടപാടുകളും ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവർ രണ്ടുപേരും കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്തത്. എന്നാൽ വിവാഹ സമയമായപ്പോൾ രാഹുലിന്റെ വീട്ടുകാർ സ്ത്രീധനം എന്ന വാക്ക് ഒരിക്കലും അവർ ഉപയോഗിച്ചില്ല. മകൾക്ക് നൽകേണ്ട സമ്മാനങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ പറയാൻ തുടങ്ങി. രാഹുലിനോട് ചോദ്യങ്ങളായി. അവൾക്ക് അവരുടെ വീട്ടുകാർ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകില്ലേ? ഫർണിച്ചർ നൽകുമോ, കാറ് നൽകുമോ, ഫ്ലാറ്റ് നൽകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. രാഹുൽ ഇത് അനുവുമായിട്ട് ഷെയർ ചെയ്യാനും തുടങ്ങി. ഈ കാര്യങ്ങൾ അനു മാതാപിതാക്കളും വീട്ടുകാരുമൊക്കെ ആയിട്ടും സംസാരിക്കാൻ തുടങ്ങി. സ്ത്രീധനം എന്ന വാക്ക് അവർ ഉപയോഗിച്ചില്ലെങ്കിലും പറയാതെ തന്നെ അവർക്ക് ആവശ്യമുള്ള ധനം അവർ ആർജിച്ചെടുക്കുകയാണ്. മകളെ എങ്ങനെ വെറും കൈയോടെ പറഞ്ഞയക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളോടെയാണ് അനുവിൻ്റെ മാതാപിതാക്കൾ അവൾക്ക് അർഹമായ അല്ലെങ്കിൽ അവൾക്ക് അവകാശപ്പെട്ടത് എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു തുക രാഹുലിൻ്റെ വീട്ടുകാർക്ക് കൈമാറ്റം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു കഥയാണ്. ഈ കഥയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ഇന്ന് സ്ത്രീധനം എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കുന്നില്ല എങ്കിലും സ്ത്രീധനം വാങ്ങാനും അത് കൈമാറ്റം ചെയ്യപ്പെടാനുമുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീധന പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ ഒരിക്കലും സ്ത്രീധനം എന്ന ദുരാചാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷകളുടെ പേരിലും ആചാരങ്ങളുടെ പേരിലും നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ പേരിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്രകാരമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് സ്ത്രീധനത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സ്ത്രീധനം ക്യാഷിന്റെ രൂപത്തിലായിരുന്നു കൂടുതലും നൽകപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ പറഞ്ഞുറപ്പിക്കപ്പെട്ട ഒരു സ്വർണത്തിന്റെ അളവും കൂടെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് സ്വർണവും ക്യാഷും ഒക്കെയുണ്ട്, അതിൻ്റെ കൂടെ പലതരത്തിലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളായിട്ട് അത് കൂടെ വരുന്നു എന്നുള്ളതും സത്യമാണ്. ഒരുപക്ഷെ പുതിയ ഐഫോൺ ആവാം, അല്ലെങ്കിൽ നല്ല കാറാവാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആവാം. ഇങ്ങനെ പലതരത്തിലുള്ള പുതിയ പുതിയ സമ്മാനങ്ങൾ സ്ത്രീധനം എന്ന് പേര് വിളിക്കപ്പെടുന്നില്ല എങ്കിലും ഇപ്രകാരമുള്ള സ്റ്റാറ്റസ് സമ്മാനങ്ങളുടെ ഗണത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനായിട്ടാവില്ല. ഇത് നഗ്ന സത്യങ്ങളാണ്. ആരും സ്ത്രീധനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിലും എല്ലാ വിവാഹങ്ങളുടെ ഇടയിലും മുഴങ്ങിക്കേൾക്കുന്ന ചില സ്വരങ്ങളായിട്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിലനിൽക്കാറുണ്ട്. അത് നാട്ടിൽ പറയാറുമുണ്ട് എന്നുള്ള കാര്യം അതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഒരുപക്ഷെ നിങ്ങളുടെയും അനുഭവം അതുതന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ സങ്കീർണമായ ഒരു കാര്യമുണ്ട്. വധുവിൻ്റെ വീട്ടുകാർ അവൾക്ക് സമ്മാനങ്ങൾ നൽകിയില്ല എങ്കിൽ പറയാനായിട്ട് പോകുന്നു അവളൊന്നും കൊണ്ടുവരാതെ വലിഞ്ഞു കയറി വന്നവളാണ്. അവളുടെ വീട്ടിൽ നിന്ന് അവൾക്ക് ഒരു പിന്തുണയും ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താനും വിചാരണ ചെയ്യാനും തുടങ്ങുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മകളെ കെട്ടിക്കാനായിട്ട് വീട് വിറ്റ് അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സ്ഥിതിയും അപകടപ്പെടുത്തിയ ഒരു കുടുംബത്തെ എനിക്കറിയാം. മകളെ കെട്ടിക്കുന്നതിൻ്റെ സമയമായപ്പോൾ സ്വന്തം താമസിച്ചിരുന്ന ഇടം അത് വിൽക്കേണ്ടി വന്ന ഒരു കുടുംബം. അതിനുശേഷം വാടക വീട്ടിലേക്ക് ജീവിതം മാറ്റുകയും സന്തോഷമായി നടക്കേണ്ട വിവാഹം വളരെ സങ്കടകരമായ അനുഭവമായിട്ട് മാറിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. മകളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക ഭദ്രതയും ഒരു കുടുംബത്തിൻ്റെ അടിത്തറയെ തന്നെ ഇളക്കുമ്പോഴും നമ്മൾ അപ്രകാരം ഒരു സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അടിമകളായിട്ട് മാറിയിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരമായിട്ട് മാറിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ സ്ത്രീധനത്തെ അംഗീകരിക്കുന്നുണ്ടാവില്ല. നമ്മൾ ഈ നാട്ടുനടപ്പിൻ്റെ പേരിലും സിസ്റ്റത്തിൻ്റെ പേരിലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്രകാരം നേരിട്ടതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ സംസാര ഭാഷകളിൽ അത് വരാറില്ലേ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. ഈ വിവാഹത്തിൻ്റെ സമ്മാനങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ കമൻസ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നത് കിട്ടി എന്ന് പരസ്പരം പറഞ്ഞു നടക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൾക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു നടക്കുന്നതിലുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ അറിയാതെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നവരാണ്. നമ്മുടെ ഓരോ അഭിപ്രായ പ്രകടനവും ഈ സമ്പ്രദായത്തിന് വളമായിട്ട് മാറുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ്?
ഇതിനെ നിരോധിക്കുകയാണോ? എത്രയോ പണ്ടേ ഇത് നിരോധിക്കപ്പെട്ടതാണ്. ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് വഴി ഇത് പരിഹരിക്കാൻ കഴിയുമോ? വളരെ ചുരുക്കം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതുകൊണ്ട് ഇത് ഇല്ലാതാകുമെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയുമോ? ഇനി സ്ത്രീധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന കുടുംബങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീധനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? കുറ്റം പറയേണ്ടത് മറ്റാരെയുമല്ല, ഭയത്തെയാണ്. ഭയമാണ് സ്ത്രീധനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. നമ്മുടെ ഇടയിൽ ഒരു ഭയം നിലനിൽക്കുകയാണ്. ഭയമുള്ള കുടുംബങ്ങളാണ് അത്യാഗ്രഹമുള്ള കുടുംബങ്ങളെക്കാൾ ഏറ്റവും കൂടുതലായിട്ട് വളമായിട്ട് മാറുക. നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഭയം, കെട്ടിച്ചയക്കുന്ന വീട്ടുകാരുടെ കുറ്റം പറച്ചിൽ കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഭയം, മകൾക്ക് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ എന്നാ വിചാരിക്കും എന്നുള്ള ഭയം, പാരമ്പര്യങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, ഇങ്ങനെ ഒട്ടനവധി ഭയങ്ങൾ നമ്മുടെ ഇടയിലെ അമ്മാവന്മാരും അമ്മായിമാരും വീട്ടുകാരും നാട്ടുകാരുമൊക്കെ സമൂഹം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇപ്രകാരം ഒരു തെറ്റായ രീതിയെ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭയം നമ്മുടെ ഇടയിൽ നിന്ന് ഒഴിവാകാൻ തുടങ്ങണം. പെൺകുട്ടികൾ ധൈര്യമുള്ളവരായിട്ട് മുന്നോട്ട് വരണം. സ്ത്രീധനം എന്നുള്ള സിസ്റ്റത്തിന് എതിരെ നിൽക്കാനായിട്ട് ധൈര്യമുള്ള പെൺകുട്ടികൾ ധാരാളമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒട്ടനവധി ആൺകുട്ടികൾ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള ഒരു പണത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്രകാരമുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഭയത്തെ മാറ്റി സമൂഹത്തിൻ്റെ ഒരു ശുദ്ധീകരണത്തിന് കാരണമായിട്ട് വരിക. ആരെയും കുറ്റം പറയുന്നതിന് പകരം കുറ്റം പറയേണ്ടത് നമ്മളെല്ലാവരും അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തെയാണെന്നും ആ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ സാമൂഹികമായ നിലനിൽപ്പിനെയും സഹായിക്കുക എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വരേണ്ടത്. ഈ ഒരു വിഷയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഇപ്രകാരമുള്ള ഒരു ദുരാചാരത്തെ തൂത്തെറിയാനുള്ള ഒരു നല്ല അവസരം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊന്ന് കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.